ഇമാം സുയൂത്തി റഹിമഹുല്ലാ അൽ ഹാവിലുൽ ഫത്താവ എന്ന അവരുടെ ഗ്രന്ഥത്തിൽ തറാവീഹിന്റെ അധ്യായത്തിൽ വിവരിക്കുന്നു. വഖാല സുബുക്കി ഫി ശറഹുൽ മിൻഹാജ്, ഇമാം സുബുക്കി റഹിമഹുല്ലാ ശറഹുൽ മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട്, ഏലം നീ ഉറപ്പിച്ചു കൊള്ളണം, നീ വിശ്വസിച്ചുറപ്പിക്കണം, അന്നഹു ലം യുൻഖൽ കം സല്ലല്ലാഹു അലൈഹി വസല്ലം തിൽക ലയാലിയ അൽ വൈസ്റൂന ഔ അഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോടൊപ്പം തറാവീഹ് നിസ്കരിച്ച ആ രാത്രികളിൽ 20 റക്അത്താണോ അല്ല അതിനേക്കാൾ കുറവാണോ നിസ്കരിച്ചത് എന്ന വിവരം വിശ്വാസയോഗ്യമായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. കാല വീണ്ടും സുബ്കീമ പറയുന്നു, മദ്ഹബുന അന്ന തറാവീഹ 20 റക്അ, നമ്മുടെ മദ്ഹബിൽ തറാവീഹ് 20 റക്അത്താണ്. എന്താ കാരണം? ലിമാ റവൽ ബൈഹഖിയു വഗൈറുഹു ബിൽ ഇസ്നാദി അസ്സഹീഹി അൻ സാഹിബ് ഇബ്നു യസീദ് അൽ-സഹാബി റളിയല്ലാഹു അൻഹു ഖാല കുന്നാ നഖൂമു അലാ അഹ്ദി ഉമർ റളിയല്ലാഹു അൻഹു ബി 20 റക്അത്തും വൽ വിത്ര. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഞങ്ങൾ 20 റക്അത്തും വിത്ർ നിസ്കാരവും നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് സാഹിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്നും സനദുകളോടുകൂടെ ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മദ്ഹബിൽ ഇങ്ങനെ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഹാക്കദാ ദക്കറഹുൽ മുസന്നിഫു വസ്തദല്ല ബിഹി, മിൻഹാജിൽ മുസന്നിഫ് ഈ നിലക്കാണ് തെളിവ് പിടിച്ചുകൊണ്ട് വിഷയം സമർത്ഥിച്ചിട്ടുള്ളത്. വറഅയ്തു ഇസ്നാദഹു ഫിൽ ബൈഹഖി, ഇമാം ബൈഹഖി റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ആ സനദും ഞാൻ കണ്ടിട്ടുണ്ട്. ലാക്കിൻ, എന്നാൽ ഇങ്ങനെ ഇമാം നവവി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫിൽ മുവത്തഇ വഫി മുസന്നഫി സഈദ് ബിൻ മൻസൂരിൻ ബി സനദിൻ ഫി ഗായത്തി സിഹതി അൻ സാഹിബ് ബിൻ യസീദ 11 റക്അത്തൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ മുവത്തയിലും അതുപോലെ സഈദ് ബിൻ മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 11 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നത് അങ്ങേ അറ്റത്തെ സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ ഫി ഗായത്തി സിഹതി, അങ്ങേ അറ്റം സ്വീകാര്യ യോഗ്യമായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഖാലൽ ജൂരി മിൻ അസ്ഹാബിന, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരിൽ പ്രമുഖരായ ഇമാം ജൂരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മാലിക്കിന് ഇമാം മാലിക് റഹിമഹുല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അന്നഹു ഖാല, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലദീ ജമാ അലൈഹി നാസ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഹബ്ബു ഇലയ്യ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിസ്കരിച്ച ആ നിസ്കാരം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വഹുവ 11 റക്അ, അത് 11 റക്അത്തായിരുന്നു. വഹിയ സലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ 11 റക്അത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിസ്കരിച്ചിരുന്നത്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ആ ഉദ്ധരണിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇമാം ജൂരി റഹിമഹുല്ലാഹു ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഖീലലഹു 11 റക്അ ബിൽ വിത്രി, വിത്ർ ഉൾപ്പെടെയാണോ 11 റക്അത്ത് എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, അതെ. അപ്പോൾ 8 റക്അത്ത് തറാവീഹും 3 റക്അത്തും വിത്രും എന്നത് ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ ഉദ്ധരണി പ്രകാരം ഷാഫിഈ മദ്ഹബിലെ പ്രമുഖരായ ഇമാം ജൂരി റഹിമഹുല്ലാഹുവും അംഗീകരിച്ചൊരു വിഷയമാണ്. ഖാല, എന്നിട്ട് വീണ്ടും ഇമാം ജൂരി റഹിമഹുല്ലാഹ് പറയുന്നു, വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദാ റുകൂഉൽ കസീർ, ഇന്ന് നാം കാണുന്ന ധാരാളം റക്അത്തുകൾ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖാലൽ ജൂരി, ഈ അഭിപ്രായം ഉദ്ധരിച്ച ഇമാം ജൂരി റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്ന അദദ റക്അത്തി ഫീ ശഹ്രി റമളാന ലാ ഹദ്ദ ലഹു ഇൻദ ഷാഫിഈ, റമളാനിൽ നമുക്ക് രാത്രിയിൽ നിസ്കാരം എത്ര റക്അത്ത് നിസ്കരിക്കാം എന്നതിന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു പരിധിയുമില്ല. ഈ അന്നഹു നാഫിലത്തുൻ, അത് സുന്നത്തായ നിസ്കാരമാണ്, മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് നമുക്ക് റമളാനിന്റെ രാത്രികളിൽ എത്രയും നിസ്കരിക്കാം. വറഅയ്തു ഫീ കിതാബി സഈദ് ഇബ്നു മൻസൂറിൻ, സഈദ് ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആസാറൻ, ധാരാളം സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങളെ, ഫീ സ്വലാത്തി 20 റക്അ, 20 റക്അത്തിന്റെയും 30 റക്അ, 36 റക്അത്തിന്റെയും ഒക്കെ റിപ്പോർട്ടുകൾ സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ലാക്കിന്നഹ, ഈ പറഞ്ഞ 20ഉം 36ഉം ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെ ബഅദ സമാനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ്. വമാല ഇബ്നു അബ്ദുൽ ബർ എന്ന പണ്ഡിതൻ അഭിപ്രായപ്പെട്ടു, ഇലാ റിവായത്തി 23 ബിൽ വിത്രി, വിത്ർ ഉൾപ്പെടെ 23 റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്ന്. വഅന്ന റിവായത്ത മാലിക് ഫീ 11 വഹമുൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹു 11 റക്അത്ത് എന്ന് ഉദ്ധരിച്ചത് ഒരു ധാരണാ പിശകാണ് എന്ന് ഇബ്നു അബ്ദുൽ ബർ എന്ന പണ്ഡിതൻ പറഞ്ഞപ്പോൾ, വഖാല ഇന്ന ഗൈറ മാലിക് യുഖാലിഫുഹു, ഇമാം മാലിക് റഹിമഹുല്ലാഹു അല്ലാത്ത മറ്റുള്ള ആളുകളൊക്കെ ഇതിന് എതിരഭിപ്രായമാണ് പറഞ്ഞത്. വയഖൂലു 21, മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ 21 അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നും. ഖാല വലാ ആലമു അഹദൻ ഖാല ഫീ ഹാദൽ ഹദീസ് 11 റക്അത്തൻ ഗൈറ മാലികിൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹു അല്ലാതെ മറ്റാരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്
ഇബ്നു അബ്ദുൽ ബർ എന്ന പണ്ഡിതൻ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ജൗരി റഹിമഹുല്ലാഹ് പറയാണ്, കഅന്നഹു ലം യഖ്തഫ് അലാ മുസന്നഫ് സഈദ് ഇബ്നു മൻസൂർ ഫി ദാലിക. സഈദ് ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫ് ബഹുമാനപ്പെട്ടവർ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫഇന്നഹു റവാഹ കമാ റവാഹ മാലിക് ബിൻ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ബിൻ യൂസുഫ് ഷെയ്ഖ് മാലിക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ യൂസുഫിന്റെ ഉസ്താദായ അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് എന്നിവർ തൊട്ട് ബഹുമാനപ്പെട്ടവർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ മാലിക്കുൻ അബ്ദുൽ അസീസ് ദറാവൂരി അലാ റിവാജിഹ, ഈ 11 റക്അത്തിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും അബ്ദുൽ അസീസ് ദറാവൂരി എന്നിവരും യോജിച്ചിട്ടുണ്ട്. ഇല്ല അന്ന ഹാദ. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹു 11 റക്അത്താണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് തെറ്റിദ്ധാരണയല്ല, മറിച്ച് സയ്യിദ് ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ തന്നെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത കൂടി ഇമാം ജൂരി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ധാരണാപേക്ഷ ഉണ്ടായതല്ല, മറിച്ച് മഹാന്മാർ ഇത് ഉദ്ധരിച്ച വിഷയമാണ്. ഇല്ല അനഹാദ. എങ്കിലും ഈ വിഷയം അംറുൻ യസ്ഉലുൽ ഖിലാഫ് ഫീഹി, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള വിഷയമാണ്. കാരണം ഫൈന ദാലിക മിനൻ നവാഫിൽ, ഇത് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അഥവാ റമദാനിൽ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം നമുക്ക് എത്രയും നിസ്കരിക്കാം. മൻ ഷാ അഖല്ല വമൻ ഷാ അക്സറ. കൂടുതൽ നിസ്കരിക്കുന്നവന് കൂടുതൽ നിസ്കരിക്കാം, കുറച്ച് നിസ്കരിക്കുന്നവന് കുറച്ച് നിസ്കരിക്കാം. വലഅല്ലഹും ഫീ വഖ്തിൻ, സഹാബത്തുൽ കിറാമും ആദ്യ നൂറ്റാണ്ടിലുള്ള ആളുകളൊക്കെ ഫീ വഖ്തിൻ ഇഖ്താറു തത്വീലുൽ ഖിയാമി അലാ അദദി റക്അത്തി ഫജാലുഹ ഇലാ അശറ, കൂടുതൽ റക്അത്തുകൾ നിസ്കരിക്കുന്ന റക്അത്തുകളിൽ കൂടുതൽ ഖുർആൻ പാരായണം നടത്തി നീണ്ട നൃത്തത്തോടുകൂടെയുള്ള നിസ്കാരത്തെ ചില സന്ദർഭങ്ങളിൽ അവർ തിരഞ്ഞെടുത്തേക്കാം. അങ്ങനെ അവർ 11 നിസ്കരിക്കുകയും വഫീ വഖ്തിൻ ഇഖ്താറു അദദ റക്അത്തി ഫജാലുഹ 20, ചില സന്ദർഭങ്ങളിൽ നീണ്ട നിസ്കാരത്തെക്കാളും നല്ലത് കൂടുതൽ റക്അത്തുകൾ ഉള്ള നിസ്കാരമാണ് എന്ന നിലക്ക് 20 റക്അത്തും അവർ നിസ്കരിച്ചേക്കാം. വഖദ് ഇസ്തഖറൽ അമലു അലാ ഹാദാ, അങ്ങനെ 20 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടുള്ള അധികം ദീർഘിപ്പിക്കാതെയുള്ള നിസ്കാരം സ്ഥിരപ്പെട്ടു പോയതുമായേക്കാം എന്നാണ് ഇമാം സുബുക്കി റഹിമഹുല്ലാഹു ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നതും ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് നമുക്ക് ഇവിടെ വിവരിച്ചു തരുന്നു. ഇന്ദഹാ കലാമു സുബുക്കി. ഇമാം സുബുക്കി റഹിമഹുല്ലാഹുവിന്റെ കലാം ഇവിടെ അവസാനിച്ചു. അപ്പോൾ 8 റക്അത്ത് തറാവീഹ് എന്നത് അനിസ്ലാമികമാണ് എന്ന് നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ താല്പര്യം ജനങ്ങളെ തമ്മിലടുപ്പിച്ച് തങ്ങളുടെ സംഘടന വളർത്തലും സ്ഥാനമാനങ്ങൾ നിലനിർത്തലും മാത്രമാണ് എന്നും, ഈ 8 റക്അത്ത് നിസ്കാരത്തിന് പ്രാമാണികത ശാഫിഈ മദ്ഹബിലെ ധാരാളം പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി, ഇമാം ജൂരി, ഇമാം സുബുക്കി, ഇമാം അസ്റായി, ഇമാം സർക്കശി തുടങ്ങിയ പണ്ഡിതന്മാരും ഇമാം മാലിക് റഹിമഹുല്ലാഹു ഉൾപ്പെടെയുള്ള ആളുകളും 8 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിശ്വാസയോഗ്യമായ എന്നല്ല ഗായത്തി സിഹത്തി, അങ്ങേ അറ്റം സ്വീകാര്യമായ രൂപത്തിൽ തന്നെ സഈദ് ഇബ്നു മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മുസന്നഫിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഉദ്ധരിച്ച സ്ഥിതിക്ക് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കാര്യലാഭം നേടുന്ന സ്ഥാനമാനങ്ങൾ നിലനിർത്തുന്ന ആളുകൾക്ക് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുന്നതും അവരുടെ ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നും മാത്രം ഉണർത്തുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി പരലോക വിജയം നേടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.